കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈയടിയുന്നു നാമീ സ്വപ്നസംഘങ്ങളെ. നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറിപ്പറക്കേണ്ട നാളുകൾ പ്യുപ്പയായി തന്നെ ചടഞ്ഞുകൂടി. സാറിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലൂടെ പറയാനുള്ള സ്കൂളിലാണോ? അതല്ല സാർ, സ്കൂളിലെ സാറിനെ കാണാനാ. എന്താ കാര്യം? കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാ സാറേ. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. അത് സാറിനെ പേടിച്ചിട്ടാ സാർ. സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോളാം. ശരി സാർ, ശരി. തിരികെ വരുമ്പോ കണ്ടുപോകരുത് രണ്ടുപേരും. ബെല്ലടിച്ച് കുട്ടികളിപ്പോ നോക്കി വരുമ്പോ നിക്ക്. നമ്മൾ കൂട്ടത്തിൽ 2-3 കുട്ടികൾക്ക് മാത്രം മിഠായി നൽകുക. സംശയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എടാ, എന്ത് ബോറാടാ, പഠിക്കുന്നതൊന്നും തലയിലോട്ട് കയറുന്നില്ല. ഈ ഒടുക്കത്തെ പഠിത്തമൊന്നും വീട്ടിൽ കിട്ടിയാ മതി. ശരിയാണ്, എനിക്കാണെങ്കിൽ മാച്ച് തലയിലോട്ട് കയറുന്നതേ ഇല്ല. എന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കിതൊന്നും തലയിൽ കയറുന്നുമില്ല. പക്ഷേ എന്റെ പേരൻസിനെ എന്നെ എഞ്ചിനീയർ ആക്കണം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ. അതാണ് എന്റെ ഡാഡിന്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, പഠിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. എൻ്റെ അമ്മോ. ബ്രോ, അവരെത്തി. കണ്ടോ, ചൂണ്ടയിൽ മീൻ കൊത്തി തുടങ്ങി. എന്താണ് നോക്കി നിൽക്കുന്നത്? തീവ്രമൊക്കെ മടുപ്പം ശരിക്കും. അതുകൊള്ള നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ല അറിയും. എടാ, ജീവിതം ഇങ്ങനെ പഠിച്ചു തീർക്കാനുള്ളതല്ല. എൻജോയ് ചെയ്യണം, എൻജോയ്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പണമൊക്കെ വരും, നീയൊക്കെ മനസ്സ് വെച്ചാൽ മതി. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾക്ക് ടെൻഷനൊക്കെ മാറുന്നത് ഫ്രീ ബർത്ത് നടത്തണം. അതിനെ ഇതായതൊന്ന് അങ്ങോട്ട് പിടിപ്പിക്കും. ശരി, ഞങ്ങൾ പോകുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. നാളെ നിങ്ങളിവിടെ കാണും, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ വെറുതെ കിട്ടില്ല കേട്ടോ, നല്ല വില തരേണ്ടി വരും. എടാ, എന്തൊരു സുഖാടാ. ഭാരമെല്ലാം എങ്ങോ പോയത് തോന്നും. അപ്പൂപ്പൻ താടി പോലെ പറക്കാൻ തോന്നുന്നടാ. ശരിയാടാ, ഈ ടൂഷനൊന്നും പോകണ്ട. പഠിച്ചിട്ടൊക്കെ എന്നാ കിട്ടാനാ. ശരിയാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രശ്നമായല്ലോ. ഒരു വക ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞതുകൊണ്ട് നീയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം പിടിവീഴാൻ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്നലത്തെ സ്ഥലത്തെത്തണ്ടേ?
ക്ലാസ്സിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അമ്മയുടെ അലമാരയിൽ ഇരുന്ന 3000 രൂപ നൈസായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റി. നാളെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മെഡിക്കൽമാർ വന്നല്ലോ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മനസ്സിന് എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനുമില്ല. ക്ലാസ്സിൽ നല്ല ഉറക്കമായിരുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ഇതിലും നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ, അതെ, ഞങ്ങളൊരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപയോ? അതുകൊണ്ടൊന്നും ആവില്ല. സാരമില്ല, ആദ്യമായിട്ടല്ലേ, ഉള്ളത് തരാം. അത് പേടിക്കണ്ട. ആരെ കൊന്നിട്ടായാലും നാളെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവരും. അപ്പോ സ്വർണവും പണവും മോഷ്ടിച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം പണം കൊണ്ടുവരും? ഏറിയാൽ ഒരു മാസം. അതിനകം നിങ്ങൾ പിടിക്കപ്പെടും. ഓ, അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. നിങ്ങൾക്ക് ഐഫോണും ബൈക്കും ഒക്കെ വേണം. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ച് തരും. അത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ടീച്ചേഴ്സോ പേരൻസോ അറിയരുത്. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോ നാളെ ഞങ്ങൾ പൈസ കൊണ്ടുവരണ്ടല്ലോ അല്ലേ? വീട്ടിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പറ്റുന്നിടത്തോളം കൊണ്ടുപോരെ. ശരി, അപ്പൊ നാളെ കാണാം. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീരേഖ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് നഗരം ഉണർന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു. ഹലോ, മിസ്റ്റർ ബാബു അല്ലേ? അതെ. ഞാൻ സാമിന്റെ ക്ലാസ് ടീച്ചറാണ്. സാം ഈയിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. സാമിന്റെ അമ്മ അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ, ഞാൻ സാമിന്റെ ടീച്ചറാണ്. സാം ഈ അടുത്ത കാലത്ത് വീട്ടിലെങ്ങനെയാ? ഞാൻ ടീച്ചറിനെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഈയിടെ അവന് ഭയങ്കര ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാനും മടിയാ. ഇപ്പൊ ട്യൂഷന് പോയേക്കുവാ. ട്യൂഷൻ ക്ലാസ്സിലും പല ദിവസം കയറുന്നില്ലാന്ന് ടീച്ചർ പറഞ്ഞു. മാത്രമല്ല ടീച്ചർ, അവൻ പണം മോഷ്ടിക്കാനും തുടങ്ങി. അയ്യോ, വല്ല കെണിയിലും ചെന്ന് പെട്ടോ? അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 3 മണിക്കൂർ നിങ്ങൾക്ക് ശ്രദ്ധിക്കും. ശരി ടീച്ചറെ. എടാ, അവിടെ നിൽക്ക്. നിനക്ക് എന്താ പറ്റിയത്? ഓ, എനിക്കെന്ത് പറ്റാൻ? പഠിച്ച് പഠിച്ച് ഞാൻ മടുത്തു. മോനെ, നിന്റെ ബാഗ് എന്താ? പിന്നെ തൊട്ടു പോകരുത്. അമ്മയ്ക്കെതിരെയാണ് ബാഗ്. അതെന്താടാ? അമ്മയല്ലേ എന്നും നിന്റെ ബാഗ് മേടിച്ചു വെച്ചിരുന്നത്? അതൊക്കെ പണ്ട്. ഞാനിപ്പോ കുഞ്ഞു ആവേണ്ടതല്ല. ഇത് എവിടുന്നാടാ ഈ മൊബൈൽ? പപ്പയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതെന്റെ ഒരു കൂട്ടുകാരനെയാ. അവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. അതിന് താ. നിനക്ക് എന്നെ മോനെ പറ്റിയത്? നിങ്ങളുടെ കള്ള കണ്ണീരെന്ന് നീ വാങ്ങണം. മര്യാദ ഫോണിൽ കൊടുത്താ. മയക്കുമരുന്ന് കൈവശം വച്ചതിനും ഉപയോഗിച്ചതിനും ഏതാനും വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായി. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു.